റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യയും ചൈനയും. പിഴത്തീരുവ പക്ഷേ ഇന്ത്യയ്ക്കുമേൽ. ഇതിൽ വിചിത്ര ന്യായീകരണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നുവെന്ന പേരിൽ ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തിയ അമേരിക്ക ചൈനയെ ചേർത്തുപിടിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത്. റഷ്യൻ എണ്ണ മറിച്ചുവിറ്റ് ഇന്ത്യ വൻ ലാഭം കൊയ്യുകയും അതുവഴി ശതകോടികൾ സമ്പാദിക്കുകയും ചെയ്യുന്നുവെന്നാണ് യുഎസിന്റെ വാദം. അതിനാലാണ് ഇന്ത്യക്കുമേൽ പിഴ തീരുവ കൂടി ചുമത്തിയതെന്നാണ് യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറയുന്നത്. യുക്രൈനിലെ യുദ്ധകാലത്തും അതിനുശേഷവും റഷ്യൻ എണ്ണ വിൽപ്പന നടത്തി ഇന്ത്യ വലിയ ലാഭം നേടിയെന്ന് അദ്ദേഹം പറഞ്ഞു. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലിന് ചൈനയെ ശിക്ഷിക്കേണ്ടതില്ലെന്ന ട്രംപിന്റെ തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് യുഎസ് ഉദ്യോഗസ്ഥന്റെ ഈ പരാമർശം. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് മുൻപ് തന്നെ ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെ 13% റഷ്യയിൽ നിന്നായിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഇത് 16%. ചൈന തങ്ങളുടെ എണ്ണ ഇറക്കുമതി വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട്. എന്നാൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി മുൻപ് 1% താഴെ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോഴത് 42% ഉയർന്നിരിക്കുകയാണെന്നും ബെസന്റ് പറഞ്ഞു. ഇന്ത്യ എണ്ണ മറിച്ചുവിറ്റ് ലാഭം കൊയ്യുകയാണെന്ന് പറഞ്ഞ ബെസന്റ് ഇതിലൂടെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ ചില കുടുംബങ്ങൾ 16 ബില്യൺ അധിക ലാഭമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും വ്യക്തമാക്കി. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങി ഇടനിലക്കാരായി നിന്ന് മറിച്ചു വിൽക്കുന്ന ഇന്ത്യൻ രീതി യുക്രൈൻ യുദ്ധകാലത്ത് വർദ്ധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയ ബെസന്റ് ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നും കൂട്ടിച്ചേർത്തു. റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായ ചൈനയെ അധിക തീരുവയിൽ നിന്ന് ഒഴിവാക്കിയതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രതികരിച്ചിരുന്നു. റഷ്യയിൽ നിന്ന് വാങ്ങുന്ന അസംസ്കൃത എണ്ണ ശുദ്ധീകരിച്ച് ആഗോള വിപണിയിൽ മറിച്ചു വിൽക്കുകയാണ് ചൈന ചെയ്തു വരുന്നതെന്നും ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തുന്ന അധിക തീരുവ ആഗോള വിപണിയിൽ എണ്ണ വില വർധനവിന് ഇടയാക്കുമെന്നുമായിരുന്നു ചൈനയ്ക്ക് അധിക തീരുവ ഏർപ്പെടുത്താത്തതിന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി നൽകിയ വിശദീകരണം. ഈ വർഷം ആദ്യത്തിൽ യുഎസും ചൈനയും പരസ്പരം ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യാപാര യുദ്ധത്തിലായിരുന്നു. തുടർന്ന് മെയ് മാസത്തിൽ ഇരു രാജ്യങ്ങളും അവ താൽക്കാലികമായി കുറയ്ക്കാൻ സമ്മതിച്ചു. ചൈനയ്ക്കുള്ള സമയം നീട്ടിയത് സംബന്ധിച്ച് ട്രംപിനോട് ചോദിച്ചപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. ചൈന വളരെ നന്നായാണ് പെരുമാറുന്നത്. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും താനും തമ്മിലുള്ള ബന്ധം വളരെ മികച്ചതാണെന്നുമാണ് ട്രംപ് പ്രതികരിച്ചത്. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം യുഎസ് നേടിയ താരിഫ് വരുമാനത്തെക്കുറിച്ചും ട്രംപ് പറഞ്ഞു. 2 രാഷ്ട്ര തലവന്മാർ തമ്മിൽ ഫോൺ കോളിലുണ്ടായ സുപ്രധാന സമവായം പിന്തുടരാൻ യുഎസ് ചൈനയുമായി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞത്. സമത്വം, ബഹുമാനം, പരസ്പര നേട്ടം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നല്ല നേട്ടങ്ങൾക്കായി വാഷിംഗ്ടൺ പരിശ്രമിക്കുമെന്ന് ചൈന പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ട്രംപിന്റെ പുതിയ ഉത്തരവിന്റെ പൂർണ്ണരൂപം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. 90 ദിവസത്തെ കാലാവധി നീട്ടിയതോടെ നവംബർ ആദ്യത്തിൽ ചൈനയ്ക്ക് നൽകിയ ഇളവ് അവസാനിക്കുമെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.